ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ലെൻസസിന്റെ ലെറ്റസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് 2 ചോദ്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 3, 4, 5 ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ്. മൂന്നാമത്തെ ചോദ്യം, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 100 മില്ലിമീറ്റർ. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 100 മില്ലിമീറ്റർ ആണ്. എടാ മക്കളെ, 100 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? എത്ര സെന്റിമീറ്ററാ? യെസ്, 10 സെന്റിമീറ്റർ. വെരി ഗുഡ്. എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ്. എൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 15 മില്ലിമീറ്റർ ഈസ് ലൊക്കേറ്റഡ് 60 മില്ലിമീറ്റർ ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. അതായത് ഒരു ഒബ്ജക്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 മില്ലിമീറ്റർ ആണ്. ഓക്കെ, 100 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്ട് 15 മില്ലിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എവിടെയാണ് വെച്ചിരിക്കുന്നത്? വിച്ച് ഈസ് ലൊക്കേറ്റഡ് 60 മില്ലിമീറ്റർ ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്ര മാറിയിട്ട്? യെസ്, 60 മില്ലിമീറ്റർ മാറിയിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അതാണ് ഈ ഒരു ചോദ്യത്തിൽ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് ഇത്രയ്ക്കാണ്. ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറഞ്ഞ 100 മില്ലിമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ 100 മില്ലിമീറ്റർ എന്ന് എഴുതിയാൽ പോരാന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 100 മില്ലിമീറ്റർ അല്ല, പ്ലസ് 100 മില്ലിമീറ്റർ. അങ്ങനെയാണ് ഒരു എക്സ്പേർട്ട് ഉത്തരം എഴുതുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അഥവാ HO എന്ന് പറയുന്നത് എത്രയാണ്? 15 അല്ലെ, 15 മില്ലിമീറ്റർ ആണ്. 15 മില്ലിമീറ്റർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും ഈ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 60 മില്ലിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ഈ പറഞ്ഞ -60 മില്ലിമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് മൈനസ് എടുക്കാൻ കാരണം? നമുക്കറിയാം മൈനസ് എടുക്കാൻ കാരണം ഈ പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഏത് സൈഡിലാണ്? ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. ഈ പറഞ്ഞ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കണം. സൈൻ കൺവെൻഷൻ പഠിപ്പിച്ചെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? 15 മില്ലിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചു. ആ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന? ലൈറ്റ് ഇങ്ങനെ വരുന്നു. ലൈറ്റ് വന്നിട്ട് ഒപ്റ്റിക് സെന്ററിൽ അല്ലെങ്കിൽ ആ ഒരു ലെൻസിൽ തട്ടിയിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഈ പറഞ്ഞ ഫോക്കസിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലേ. ഇതുപോലെ അടുത്ത റേ വരും. അടുത്ത റേ ഇതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെ കറക്റ്റ് O എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഫോക്കസിനേക്കാൾ മുമ്പിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അല്ലെ. ഫോക്കസിനേക്കാൾ മുമ്പിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഈ സൈഡിലായിരിക്കത്തില്ല അല്ലെ, റൈറ്റ് സൈഡിലാവില്ല. എവിടെ തന്നെയാ? ഒബ്ജക്റ്റ് വെച്ച അതേ സ്ഥലത്ത് തന്നെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ഈ പറഞ്ഞ ഇമേജ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഡയഗ്രാം ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഗ്രാഫ് പേപ്പറിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വരച്ചു വെക്കുക. ഇതാണ് ഫോക്കസ്, ഇതാണ് ഒപ്റ്റിക് സെന്റർ. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് 100 മില്ലിമീറ്റർ ആണ്. ഈ 100 മില്ലിമീറ്ററിന്റെ ഇടയിൽ എത്ര വെച്ചിട്ടുണ്ട്? 60 മില്ലിമീറ്റർ മാറ്റിയിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനെ വന്നു ലൈറ്റ് ഇതിലൂടെ കടന്നുപോയി, ഫോക്കസിലൂടെ കടന്നുപോയി. അതുപോലെ അടുത്ത ലൈറ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്റർ അഥവാ ഓയിലൂടെ കടന്നുപോയി. പക്ഷെ ഇത് രണ്ടും എന്ത് ചെയ്യുന്നില്ല? മീറ്റ് ചെയ്യുന്നില്ല. പകരം നമ്മൾ അതിന്റെ ബാക്കിലേക്ക് വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ബാക്കിലേക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇമേജ് കിട്ടാനായിട്ട് പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫോക്കസിന്റെയും 2Fന്റെയും. ഓക്കെ, ഒബ്ജക്റ്റ് വെച്ച അതേ ഒരു ഏരിയയിൽ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഇമേജ് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് കോപ്പി ചെയ്തെടുക്കണം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് പതുക്കെ ഇരുന്ന് വരച്ചാലും മതി. ഓക്കെ, സോ ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഡയഗ്രാം. അപ്പൊ ഡയഗ്രാം കൃത്യമായിട്ട് നിങ്ങൾ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒരു കാര്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടു, ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? 100 മില്ലിമീറ്റർ ആയിരിക്കണം. എടാ മക്കളെ, 100 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 10 സെന്റിമീറ്റർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കെയിലിൽ 10 സെന്റിമീറ്റർ എടുത്തിട്ട് ആ ഒരു ലെൻസ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓഫ്ലൈനിലൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 20 മില്ലിമീറ്റർ. എടാ മക്കളെ, ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്ത്? ഈ പറഞ്ഞ സാധനം എന്താണ്? എഫ് നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താ നൽകിയിരുന്നത്? എഫ് നൽകിയിട്ടുണ്ട്, ഫോക്കസ് നൽകിയിട്ടുണ്ട്, അതുപോലെ HO നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ U നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു 60 മില്ലിമീറ്റർ ആണ്. പക്ഷെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കാനാണ് പറയുന്നത്? 20 മില്ലിമീറ്റർ ആയിട്ട് എടുക്കാനാണ് പറയുന്നത്
ഓക്കെ, അപ്പോൾ 20 മില്ലിമീറ്റർ ആയിട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ബോറടിക്കരുത്, ശ്രദ്ധിച്ചിരിക്കണം. കാൽക്കുലേഷൻ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, അപ്പോൾ 60 മില്ലിമീറ്ററിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, 20 മില്ലിമീറ്റർ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഇവിടെ കാണാം, മാഗ്നിഫിക്കേഷൻ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ ആവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, M=HI/HO അല്ലെങ്കിൽ V/U അല്ലെ, ഈ രണ്ട് ഇക്വേഷൻ ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് മക്കളെ യു ഉണ്ട് അല്ലെ, V/U എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ V ഇല്ല, പകരം എന്തുണ്ട്, U ഉണ്ട്, പക്ഷെ V ഇല്ല അല്ലെ. ഇനി HI/HO എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ HI ഇല്ല, പകരം HO ഉണ്ട് അല്ലെ. അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ നമുക്കിവിടെ F ഉണ്ട് U ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, V കണ്ടുപിടിച്ചൂടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് കട്ട് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നു. എന്താണത്? യെസ്, V=F×U/F+U. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് V=F×U/F+U. അപ്പം എഫിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം എത്രയാണ്, യെസ് 100 ആണ് അല്ലെ. അപ്പൊ 100 × -20/100 + -20. ഇതിന് ഞാൻ സെന്റിമീറ്ററിൽ വെച്ച് ചെയ്യുന്നില്ല, മില്ലിമീറ്ററിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെന്റിമീറ്ററിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടി 20 കഴിഞ്ഞിട്ട് 2 zeros ബൈ, ഇനി എന്താ ചെയ്യേണ്ടത്, വലിയ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യണം, ചെറിയ സംഖ്യ കുറയ്ക്കണം, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. ഓക്കെ, അപ്പൊ 100ൽ നിന്ന് 20 പോയി എന്ന് പറഞ്ഞാൽ 80. ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നം പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് കിട്ടി, എന്ത് കിട്ടി, 80 എന്ന് കിട്ടി. ഇത് രണ്ടും തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ -200/8 എന്ന് കിട്ടും. -200/8 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, വിയുടെ വാല്യൂ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ വിയുടെ വാല്യൂ നമുക്ക് കിട്ടി -200/8 മില്ലിമീറ്ററിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്തിലാണ് കിട്ടുന്നത്, മില്ലിമീറ്ററിലാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പം ഇവിടെ വിന്റെ മില്ലിമീറ്റർ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിലാണ് കിട്ടിയത്. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ, യെസ് ഈ പറഞ്ഞ മൈനസ് എത്ര കിട്ടും, 25 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇത് നിങ്ങൾ ചെയ്താൽ മതി. എന്ത് ചെയ്യണം, നിങ്ങൾ 200/8 ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ചെയ്യിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ 20 എന്ന് പറയുന്നത് എത്ര ടൈംസ് പോവും, 2 ടൈംസ് പോവും അല്ലേ. അപ്പോൾ 2 8 16 വരും, അവിടെ ബാലൻസ് 4 വരും. അപ്പോൾ 40 എന്ന് പറയുന്നത് എത്ര തവണ പോവും, 5 ടൈംസ് പോകും. അപ്പോൾ 25 എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി 200/8. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ, ഈ -25 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് നേരിട്ട് എന്ത് കണ്ടുപിടിക്കാം, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. നേരിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് M=V/U എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക. വിയുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ കിട്ടി കഴിഞ്ഞു. എത്രയാണ്, -25 എന്ന് കിട്ടി, -25 മില്ലിമീറ്റർ എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ യുവിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്, -20 മില്ലിമീറ്റർ നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കൊടുക്കാം -20 മില്ലിമീറ്റർ. ഇവിടെ മില്ലിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, മില്ലിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ സെന്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് സെന്റിമീറ്റർ കൺവേർഷൻ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തൽക്കാലം നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്താണ്, മില്ലിമീറ്റർ അല്ലേ, അതുകൊണ്ട് ഞാനിവിടെ മില്ലിമീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 25/20 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ, ഈ പറഞ്ഞ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5/4 കിട്ടും അല്ലെ. മൈനസും കട്ട് ചെയ്ത് പോയി 5/4 കിട്ടും. ആൻസർ നമുക്ക് എത്രയായിരിക്കും വരുന്നുണ്ടാവുക, യെസ് ആൻസർ നമുക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻസർ നമുക്ക് 1.25 കിട്ടും. ഓക്കെ, 1.25. അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കാൻ നമുക്ക് 1.25. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5/4 ഇങ്ങനെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1 4s are 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിന്റ് വരും, ഇവിടെ 5 വരും അല്ലെ, ഇവിടെ എത്ര വരും, 1.2 വരും അല്ലെ, 1.25 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്രയാണ് മാഗ്നിഫിക്കേഷൻ, 1.25 മില്ലിമീറ്റർ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. V/U ആണ്. അതിൽ നമുക്ക് V കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നു. V എന്ന് കണ്ടുപിടിക്കാനായിട്ട് F×U/F+U. ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, V കണ്ടുപിടിക്കണം, എന്നിട്ട് V/U ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 1.25 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഈ 2 ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 4ാമത്തെ ചോദ്യമാണ് അല്ലേ. 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കൂ.
അപ്പം നാലാമത്തെ ക്വസ്റ്റ്യനിൽ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്തിനെ പറ്റിയിട്ട്? ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് ലെൻസ്. ഒരു കോൺകേവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നാണ് ചോദ്യം. എടാ മക്കളെ, കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും അല്ലെ, വളരെ ചെറുതായിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ വെർച്വൽ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. കോൺകേവ് ആയതുകൊണ്ട് വെർച്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? ഈ പറഞ്ഞ ഇറക്റ്റ്, വളരെ നിവർന്നതായിരിക്കും അല്ലെ അവിടെ ഉണ്ടായ ഇമേജ്. അപ്പൊ ഇത്രയും 3 പോയിന്റുകളാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെക്കേണ്ടത്? കോൺകേവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഡിമിനിഷ്ഡ്, വെർച്വൽ, ഇറക്റ്റ്. അപ്പം ഇത് വരുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കൂ. ഇത് വരുന്ന ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ശ്രദ്ധിച്ചു നോക്കൂ. ഫസ്റ്റ് ഓപ്ഷൻ ഡിമിനിഷ്ഡ് ഉണ്ട്, ഓക്കെ, പക്ഷെ ഇൻവേർട്ടഡ് ആണ്. അത് തെറ്റിപ്പോയി. ഇൻവേർട്ടഡ് അല്ലല്ലോ, ഇറക്റ്റ് അല്ല നമ്മൾ പഠിച്ചത്. അപ്പൊ അത് തെറ്റിപ്പോയി. ഇനി അടുത്ത് ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ. അപ്പൊ അത് കറക്റ്റ് ആണ്. ഡിമിനിഷ്ഡും വെർച്വലും അത് കറക്റ്റ് ആണ്. സോ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ. ഇനി തേർഡ് ഓപ്ഷൻ ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ്. തെറ്റാ. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഇമേജ് ആണ്. അത് തെറ്റല്ലടാ. ഡിമിനിഷ്ഡ് ഇമേജ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അപ്പോൾ അത് തെറ്റിപ്പോയി. ഇനി അടുത്തത് നാലാമത്തത് ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്. അത് കറക്റ്റ് അല്ലേ? ഡിമിനിഷ്ഡും ആണ് ഇറക്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം കോൺകേവ് ലെൻസിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഇമേജ് ഉണ്ടാക്കുന്ന പ്രത്യേകതകൾ ഡിമിനിഷ്ഡ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ നമുക്ക് കിട്ടുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ സി ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ സി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഓക്കെ. രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ ആണല്ലോ. സോ അതിന്റെ ആൻസർ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 50 സെന്റിമീറ്റർ. വാട്ട് വിൽ ബി ദ പവർ? പവർ കാണാനാണ് ചോദ്യം. പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങൾ പലരും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്, തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതാണ്, ഇവിടെ കോൺകേവ് ലെൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം പവർ ഈക്വൽ ടു 1/f ആണ് ഇക്വേഷൻ. അപ്പൊ 1/50 ഒക്കെ എടുത്താൽ മതി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവിടെ ചോദ്യം അതാണ്. ചോദ്യം കോൺകേവ് ലെൻസിനെ കുറിച്ചിട്ടാണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് -50 ആണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ പഠിച്ചു കോൺവെക്സ് ആണെങ്കിൽ അത് നമ്മൾ പഠിച്ചു കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവിന്റെ ലെൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ പോസിറ്റീവ് 50 ആണോ നെഗറ്റീവ് 50 ആണോ എടുക്കേണ്ടത്? യെസ്, ഉറപ്പായിട്ടും നെഗറ്റീവ് 50 ആണ് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് -50 സെന്റിമീറ്റർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, പവർ എന്ന് പറയുന്നത് നമ്മൾ സെന്റിമീറ്ററിൽ പറയത്തില്ല അല്ലെ. എന്തിലാ പറയുള്ളൂ? ഈ പറഞ്ഞ മീറ്ററിലേ പറയുള്ളൂ. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനെ എന്താക്കി മാറ്റാൻ പറ്റും? മീറ്റർ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ 0 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നൂടാ? -0.5 എന്ന് വന്നു. ശരിയല്ലേ? -0.5 മീറ്റർ എന്ന് വന്നു. ഇതാണ് ആക്ച്വലി എന്ത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെന്റിമീറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കറക്റ്റ് കിട്ടണമെന്നില്ല. ഓക്കെ. അത് നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. പിന്നെ അത് മാത്രമല്ല അവിടെ ഏത് ലെൻസിന്റെ ആണ് ഈ പറഞ്ഞ ഫോക്കൽ ലെങ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ. ഇവിടെ കോൺകേവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കണം. കോൺവെക്സ് ആയിരുന്നെങ്കിൽ അത് പോസിറ്റീവ് എടുക്കേണ്ടതായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായി പവറിന്റെ ഇക്വേഷൻ പവർ ഈക്വൽ ടു 1/f ആണ്. ഇനി നമ്മൾ ഡയറക്ട്ലി നമ്മൾ ഓഫ്ലൈനിൽ ചെയ്ത പോലെ തന്നെ 1/5 വെച്ചിട്ട് ചെയ്യാം. 1/f വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ 1/-0.5. ഇതിന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എടാ മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ മുകളിൽ 100 വരും അല്ലെ. കാരണം 100 × 1 എന്ന് പറയുന്നത് 100 തന്നെയാണ്. അത് വെച്ചിട്ട് കിട്ടി. ഇനി അതുപോലെ ഇവിടെ 0.5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ 100നെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5 കഴിഞ്ഞു അല്ലെ. അത് ആ ഒരു 0 പോയി. ഇനി അടുത്ത 0 ഒരു 0 കൂടി വന്നു. ദാറ്റ് മീൻസ് അവിടെ എന്ത് കിട്ടും? -50 കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇത് രണ്ടും തമ്മിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. 0 കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൻസർ ഫൈനലി കിട്ടും 10/-5 അല്ലെ. നമുക്ക് ഫൈനലി കിട്ടുന്ന 10/-5. 10/-5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? -2 ഡയോപ്റ്റർ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇത് 20 അല്ല കേട്ടോ. പലരും എന്ത് വിചാരിക്കും? 20 വിചാരിക്കും. 20 അല്ല, ഇതെന്താണ്? ഡയോപ്റ്റർ ആണ്. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ. സോ മനസ്സിലാക്കി വെക്കുക. പലരും 20 എന്ന് വിചാരിച്ചവരുണ്ടാവും. അത് നിങ്ങൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണ്. ഓക്കെ. സോ -2 ഡയോപ്റ്റർ മനസ്സിലാക്കി വെക്കുക. -2 ഡയോപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ സെറ്റാന്ന് വിചാരിക്കുന്നു. -2 ഡയോപ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ശ്രദ്ധിക്കൂ. ഓപ്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂസിങ് വരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ അത് തെറ്റിച്ച് കളയും. ഇവിടെ പോസിറ്റീവ് 2 കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് 2 കൊടുത്തിട്ടുണ്ട്. ഏതാണ് മക്കളെ ആൻസർ?
യെസ്, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കേട്ടോ. -2 ഡയോപ്റ്റർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം, -2 ഡയോപ്റ്റർ. തെറ്റിക്കരുത്. കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ്, കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവ്, ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കി ഇനി 10 ചോദ്യങ്ങളുണ്ടല്ലോ, അതിൽ ഇപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PDF റെഡിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു, ബൈ. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം, ബൈ.